നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ നിന്ന് പ്രഭാത കാഴ്ചകൾ. തൊടുപുഴയിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ വഴിയോര കച്ചവടങ്ങൾ ചെയ്യുന്നവർ ദിനം പ്രതി കൂടി വരുന്നു. ഇത് മുഖാന്തരം ദിനം പ്രതി ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും പരാതികൾ ഇല്ലാതെ നാട്ടുകാർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കച്ചവടത്തിനു വേണ്ടി തൊടുപുഴ അമ്പലം ബൈപ്പാസ് റോഡിൽ ട്രാഫിക് സിഗ്നൽ ഓടിച്ചിട്ടിരിക്കുന്നു. നാട്ടുരാജ്യ ന്യൂസ്. തൊടുപുഴയിൽ ട്രാഫിക് രീതികൾ മൊത്തം കുളം മറിഞ്ഞ രീതിയിലാണ് സാധാരണ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ. അതിന് കാരണമായ പ്രധാനപ്പെട്ട ഒരു രീതി കാണിച്ചു തരികയാണ്. ഇത് നമ്മുടെ അമ്പലം ബൈപ്പാസ് റോഡിൽ പഴയ റോഡും അമ്പലത്തിൻ്റെ ഇവിടവുമായ ജംഗ്ഷനിലുള്ള ഒരു സിഗ്നൽ ബോർഡായിരുന്നു. അതായത് ഇവിടെ അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ വേണ്ടിയിട്ട് സിഗ്നൽ സ്ഥാപിച്ചിരിക്കുന്നതായിരുന്നു. അമ്പലത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇത് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇത് ആരാണെന്ന്, ഇവിടുത്തെ കച്ചവടക്കാരനാണോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. എന്നാലും ഇത് അമ്പലം ഭാരവാഹികളുടെ ശ്രദ്ധയിലും പെടുത്തുകയാണ്. ഇത് ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ സാധനം ഇവിടുന്ന് മാറ്റിയിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ കച്ചവടക്കാർക്ക് അധികാരം കൊടുക്കാൻ പറ്റുന്നതുമല്ല, അവരെ വിളിച്ചു വരുത്തി ഇത് പുനഃസ്ഥാപിക്കേണ്ടതാണെന്ന പോലീസിൻ്റെ ശ്രദ്ധയിലും കൂടി പെടുത്തുകയാണ്. ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ ശല്യവും സമൂഹത്തിന് തിന്മയായ പ്രവർത്തനങ്ങളും ചെയ്തിട്ട് പോണവർക്ക് തക്കതായ ശിക്ഷ തന്നെ വേണം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇത്. ഇത് കണ്ടില്ലേ, സിഗ്നലാണ് ഇവിടുന്ന് കാണുമ്പോൾ റോഡ്, അതിലെ വണ്ടി വരും, ആൾക്ക് അമ്പലം ഉണ്ടെന്നൊക്കെ കാണിക്കാനുള്ള ഒരു ഭയങ്കര സിഗ്നൽ പോയിൻ്റാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനെ എത്രയും പെട്ടെന്ന് ട്രാഫിക് തൊടുപുഴ മുനിസിപ്പാലിറ്റിയും PWD ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. വന്ന് ഇതിന് നിയമ നടപടികൾ ഇത് ചെയ്തവരെ എടുത്ത് ഇത് പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തൊടുപുഴയിൽ നിന്നും നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് KK വിജയൻ.